നാഗങ്ങളെയും കാവുകളെയും ആരാധിച്ചും ആയുർവേദത്തിനും വിഷചികിത്സയ്ക്കും തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് മലയാളികൾ. നാഗങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുവെങ്കിലും വിഷം പറ്റിയെന്ന് കേൾക്കുമ്പോൾ ഏതൊരാളും തെല്ല് ഭയക്കും. അങ്ങനെയുള്ളപ്പോൾ ഒരാൾ അവയെ വളർത്തുജീവികളാക്കിയാലോ? ഇത് അബ്ബാസ്, മലപ്പുറം ജില്ലയിലെ കൈപ്പുറം സ്വദേശി, അറിയപ്പെടുന്നത് കൈപ്പുറം അയനിക്കാട് തൊടി അബ്ബാസ്. അബ്ബാസിന്റെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയരികിൽ നമുക്കൊരു ബോർഡ് കാണാം, വിഷചികിത്സ. അതെ, 12 വർഷത്തോളമായി ഇയാൾ വിഷചികിത്സ ആരംഭിച്ചിട്ട്. നാട്ടിൽ വിഷചികിത്സ ആശുപത്രി ഉണ്ടായിരുന്നിട്ട് കൂടി ആവശ്യം വരുമ്പോൾ അവർ അബ്ബാസിനെയാണ് സമീപിക്കാറ്. ഇത് നമുക്ക് കാട്ടിത്തരുന്നത് നാട്ടുകാരും അബ്ബാസും തമ്മിലുള്ള കെട്ടുറച്ച വിശ്വാസത്തിന്റെ കഥയാണ്. നാട്ടുകാർ അബ്ബാസിനെ സകലകലാവല്ലഭൻ എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇയാളുടെ ഹോബികൾ ഒന്ന് പാമ്പ് വളർത്തലാണ്. കരാട്ടെ, കുങ്ഫു, കളരിപ്പയറ്റ്, മാജിക്, ഡ്രൈവിംഗ്, തയ്യൽ ഇവ വെറും വിനോദമായി മാത്രമല്ല, തൊഴിലായും കണക്കാക്കുന്നു. പത്താം ക്ലാസ് പഠനത്തിന് ശേഷമാണ് അബ്ബാസ് എന്ന ഈ 34-കാരൻ ഈ മേഖലകളിലേക്കെല്ലാം കടന്നു വരുന്നത്. കൈപ്പുറം ജംഗ്ഷനിൽ അബ്ബാസിന് സ്വന്തമായി ഒരു തുന്നൽ കടയുമുണ്ട്. വല്ലപ്പോഴും ടാക്സി ഓടിക്കുകയോ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയോ ചെയ്യുന്നതൊഴിച്ചാൽ മിക്കവാറും സമയം അവിടെ തന്നെയാണ്. ഊണ് കഴിക്കാൻ പോയാലും കടയടയ്ക്കാറില്ല. അതിക്രമിച്ച് ആരെങ്കിലും അകത്ത് കിടക്കുകയാണെങ്കിൽ അവരെ വരവേൽക്കുന്നത് മൂർഖന്റെ ശീൽക്കാരവും ചുരുട്ടമണ്ഡരിയുടെ ലക്ഷ്യം വെച്ചുള്ള നോട്ടവുമായിരിക്കും. അബ്ബാസ് താൻ വളർത്തുന്ന പാമ്പുകളെ പൊതുവെ കടയിൽ കാവൽ നിർത്തിയിട്ടായിരിക്കും ഉച്ചഭക്ഷണത്തിന് പോകുന്നത്. കാവൽ മൃഗങ്ങളായി പാമ്പുകൾ നാട്ടുകാർക്ക് ഇന്നും കൗതുകമുണർത്തുന്നത് തന്നെ. മലമ്പാമ്പ്, മൂർഖൻ, കാട്ടുപാമ്പ്, ചുവർപ്പാമ്പ്, ചുരുട്ടമുണ്ടരി തുടങ്ങിയവ, പരുന്ത്, കാലൻ കൊക്ക്, കാരാമ തുടങ്ങിയവ പക്ഷികളെയും അബ്ബാസ് വളർത്തുന്നു. പരുന്തും മൂർഖനും സൗഹൃദത്തിൽ തന്നെയാണ്. അബ്ബാസിന്റെ അടുത്ത് ഇതിൽ കൂടുതൽ പാമ്പുകൾ കണ്ടേക്കുമായിരുന്നു. സാമ്പത്തിക ബാധ്യത അയാൾക്ക് പാമ്പുകളെ കാട്ടിൽ വിടാനും കണ്ണൂരിലും പാലക്കാടുമുള്ള സ്നേക്ക് പാർക്കുകളിലേക്കും മറ്റും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പാമ്പ് വളർത്തലിൽ നിന്ന് അബ്ബാസ് ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നില്ല. ഇവയ്ക്ക് ആഹാരത്തിനായി കീശയിലെ പണം പോവുകയും ചെയ്യും. തൻ്റെ ജോലിയിൽ നിന്നും നാട്ടുകാരുടെ വകയായും കിട്ടുന്ന തുച്ഛമായ സാമ്പത്തിക സഹായം കൊണ്ടാണ് അബ്ബാസും ഭാര്യയും മകളും അടങ്ങുന്ന ആ കൊച്ചു കുടുംബം മുഴുവൻ. അപ്പോൾ നമ്മുടെ പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരും വിളിച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ മേലെ അതേമാതിരി കിണറ്റിലിറങ്ങിയിട്ട് പിടിക്കാനൊക്കെ വരുമ്പോൾ 300-500 വരെ തരും. അങ്ങനത്തെ ആ ഒരു സമ്പാദ്യം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നിപ്പോൾ വിഷ ചികിത്സയ്ക്ക് വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാന്നല്ലാതെ. ഉണ്ടായ സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഈ കരിങ്ങനാട് ഒരു പാമ്പിനെ പിടിക്കണ്ടായിരുന്നേ ഒരു സ്ഥലത്ത്. അതൊരു പാടത്താണ്, നമ്മൾ വയലുണ്ടാവൂലെ, കൃഷി ചെയ്ത വയൽ. അവിടെ ഈ വർഷക്കാലം ടൈമായിരുന്നു, നല്ല വയലിലൊക്കെ നിറച്ച് വെള്ളം കിട്ടിയിരിക്കുക. അതിൽ മെയിൻ വരമ്പൊന്നുണ്ട്, നല്ല ഹൈറ്റിലായിട്ടാ. താഴത്തെ ഈ കുണ്ടം കണ്ട, താഴത്തെ കുണ്ട്. അപ്പൊ ഈ മെയിൻ വരമ്പത്തിൽ കൂടി കരിങ്ങനാട് സെന്ററിൽ ഇറങ്ങിയ ജനങ്ങൾക്ക് അപ്പുറം പോണ വഴി. അപ്പൊ ഈ മെയിൻ വരമ്പിൽ സ്ഥിരം അവിടെ ഒരു സ്ത്രീ പയ്യനെ കെട്ടലുണ്ട്. അപ്പൊ ഈ വർഷക്കാലം വെള്ളമായ ടൈമിൽ പിന്നെ അവിടെ പയ്യനെ കെട്ടാതായി. അപ്പൊ അതിന്റെ ഒരു ഈ വരമ്പിന്റെ ഒരു പള്ളയുടെ ഭാഗത്തായിട്ട് ഒരു മഞ്ഞ പൗഡർ ചെറിയൊരു കുറ്റി നിൽക്കുന്നുണ്ട് മരത്തിന്റെ. അപ്പൊ അതിന്റെ അവിടെ ഒരു പൊത്തുണ്ട്, അത് ആരും കണ്ടിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. പൊത്ത് ആ പൊത്തിന്റെ അവിടെയാണ് ഈ മഞ്ഞ പൗഡർ കുറ്റിമീണ സ്ത്രീ എന്നും പയ്യനെ കെട്ടല്. അന്നതേമാതിരി ശ്രദ്ധിക്കാതെ എന്ത് തരാം, ഈ വരമ്പ് ചെത്തി നേരാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ മഞ്ഞ പൗഡർ കുറ്റി ആദ്യം വെട്ടിയിട്ട് വരമ്പിൽ ചെത്താൻ നോക്കിയതിനോട് കൂടി ഭയങ്കര ചീറ്റലുള്ളൂ. അപ്പം നോക്കി നോക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു 10, 13, 14 കൊല്ലം പഴക്കമുള്ള ഒരു പാമ്പ് മൂർഖൻ, അതിൻ്റെ ഉള്ളിൽ സ്ഥിരം താമസം. അപ്പൊ പൊത്തത് ഞങ്ങൾ എങ്ങനെ അതിന്റെ വർഷത്തിന്റെ കാലം പഴക്കം എങ്ങനെ കണക്കൂട്ട് വെച്ചാൽ പൊത്ത് വളരെ മിനുസവും.
പൊത്ത് എത്ര കണ്ട് മിനിസുണ്ട് അതിനനുസരിച്ചിട്ട് പാമ്പായി കയറി കൂടുന്നത് എത്ര കണ്ട് പഴക്കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെ വെച്ചാൽ ശരിക്കും മാർബിളിനേക്കാളും മിനുസം വന്നു. അതിൽ പിന്നെ അതിൻ്റെ ഓരോ ഈ ഡോട്ട്സുകൾ ഉണ്ടാവില്ലേ പാമ്പിൻ്റെ, അതൊക്കെ ഓരോ ഈ റൗണ്ടാണ് വന്നത്, വലിയ റൗണ്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇങ്ങനെ പൊത്തിൻ്റെ അങ്ങനെ എനിക്ക് വിളി വന്നു കൊടുക്കട്ടോ. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ വിളി വന്ന് ഞാൻ പോയി നോക്കി നോക്കുമ്പോൾ ശരിക്കും ഒരു പൂരത്തിൻ്റെ മൈര നടുവിൽ പാമ്പ് 4 റൗണ്ടിലും ജനങ്ങൾ ഭയങ്കര തിരക്ക് റൗണ്ട് അടിച്ചിങ്ങനെ നിൽക്കുക. പാമ്പ് സെൻറ്ററിൽ പുറത്തേക്ക് കാണാനില്ല, പക്ഷെ ജനങ്ങൾ ഇത് പിടിക്കാൻ ആൾ വരുന്നുണ്ടപ്പോൾ റൗണ്ട് അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയുമ്പോൾ സാധാരണ ബൈക്കുമ്പോൾ എന്ത് ഉണ്ടാവും, ഒരു തുണിസഞ്ചി ഉണ്ടാവും പാമ്പിനെ പിടിക്കാൻ പോകുന്ന ടൈമിൽ. ആ തുണിസഞ്ചിയും കൈ പിടിച്ച് നമ്മളിത് ഇവിടുന്ന് പോയി ചെന്നപ്പോൾ നമ്മളിപ്പോൾ ഇത്ര വലിയ മൂർഖനാണെന്ന് അറിയില്ലോ. അപ്പം ഞാൻ പഠിച്ച് കഴിഞ്ഞതിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ കേട്ടോ ഞാൻ ആ സംഭവത്തിന് പോയിട്ട്. ഞാൻ ഇപ്പോൾ തുടങ്ങി 12 വർഷമായി. അപ്പോൾ ഈ 11 കൊല്ലം വരെ ഞാൻ അത്ര വലിയ പാമ്പിനെ കണ്ടില്ല. അങ്ങനെ പിടിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അവിടെ ജനങ്ങൾ 2 വിഭാഗമായി. നമ്മളുടെ വലിപ്പം കണ്ടപ്പോൾ ചില ജനങ്ങൾ പറഞ്ഞു അയാളെ കൊണ്ട് ഇത് പിടിക്കാൻ പറ്റില്ല, വേറെ ആരെങ്കിലും നോക്കുക പറഞ്ഞിട്ട് അവർ 2 ചേരിയായി തിരിഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചാളത്ത് ഞാൻ ചെന്നിട്ട് അയാളോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ അയാൾ നിങ്ങൾക്ക് പിടിക്കാൻ തരണേ നിങ്ങൾ പിടിച്ചോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പാമ്പ് ചെറുത് വലുതെന്നില്ല, പാമ്പൊക്കെ ഒന്നാ ഞങ്ങൾ കണക്കിൽ. അതിനിപ്പോൾ ചെറുത് ഇത്ര പോകുന്ന ചെറുതടിച്ചാലും വലുതടിച്ചാലും വിഷത്തിൻ്റെ വീര് വരെ മയില. അപ്പോൾ നിങ്ങൾ പിടിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ചിട്ടേ പോകുള്ളൂ പറഞ്ഞു. അപ്പോൾ എൻ്റെ പിന്നാലെ അവിടെ നിന്ന് കുറേ കമ്പനികളും വന്നിരുന്നു, ഓട്ടോറിക്ഷ വിളിച്ച് അവർ കാണാൻ വേണ്ടി വന്നു. അതിലെന്ത് ചെയ്തു, പൊത്ത് പൂട് പൊളിച്ച് നോക്കിയാൽ മണ്ടല്ലോ ആ പാമ്പിനേക്കാളും വലിപ്പമുള്ള ഒരു ചേരനെ വിഴുങ്ങിയിരുന്നു ഈ പാമ്പ്. എന്നിട്ട് ആ പാമ്പിൻ്റെ വായന്ന് ആ ചേരനൊക്കെ വലിച്ചിട്ട് നല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമായി. ജനങ്ങൾ 2 വിഭാഗം ആവുകയും ചെയ്ത് നമ്മളെ വലിപ്പം കണ്ടിട്ട് പറയണതാണ്, പക്ഷെ വലിപ്പത്തിലല്ലല്ലോ പ്രാധാന്യം. വിഷചികിത്സയിലുള്ള അബ്ബാസിന്റെ നൈപുണ്യത്തെപ്പറ്റി പറയാൻ നാട്ടുകാർക്ക് കഥകളേറെ. അതിലൊന്നാണ് പട്ടാമ്പി വിഷചികിത്സാ ആശുപത്രിയിൽ അരങ്ങേറിയ സംഭവം. അങ്ങനെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരു പാവം വീട്ടിലെ കുട്ടിയാട്ടോ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് രാത്രി 9:30 ആയപ്പോഴത്തേന് 7 പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തു. 7 പ്രാവശ്യം. ഈ 7 പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തത് നോർമലാണ്, വിഷത്തിന്റെ യാതൊരുവിധ പങ്കുമില്ല. 7 പ്രാവശ്യം കേട്ടോ. അത് എത്ര മണിക്കാണ് കടിച്ചിരിക്കുന്നത്? 5:45 5:30 കടിച്ചിരിക്കുന്നത്. 9:30 മണിക്കാണ് ഈ വിഷം 7 പ്രാവശ്യം ബ്ലഡ് ചെക്ക് ചെയ്തിരിക്കുന്നത്. 9:30 മണി. അപ്പോൾ 4 മണിക്കൂറോടെ കഴിഞ്ഞല്ലോ. 4 മണിക്കൂറോടെ കഴിഞ്ഞു. വിഷം തീണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു കുട്ടിയുടെ രക്തം ഡോക്ടർമാർ 7 പ്രാവശ്യം പരിശോധിച്ചു. എന്നിട്ടും വ്യക്തമായ രോഗകാരണം തെളിവായില്ല. ഒടുവിൽ സുഹൃത്തുക്കൾ വഴി സംഭവം കേട്ടറിഞ്ഞ അബ്ബാസ് ആശുപത്രിയിൽ അന്വേഷിച്ചെത്തി. സാധാരണ രീതിയിൽ കടിയേറ്റ് 2.5 മണിക്കൂറിനുള്ളിൽ വിഷം ഉള്ളിൽ കയറും. ഓരോ അരമണിക്കൂർ ഇടവിട്ട് ആൻറ്റിവെനോം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇതറിയാമായിരുന്നിട്ടും അതൊന്നും നൽകാതെ അരമണിക്കൂർ ഇടവിട്ട് തുടർച്ചയായി 7 തവണ രക്തപരിശോധന നടത്തിയത് ആശുപത്രിയുടെ ബിസിനസ് തന്ത്രമാണെന്ന് അബ്ബാസ് വാദിച്ചു. ഇതിനെ ഡോക്ടർമാർ തള്ളിപ്പറഞ്ഞു. ICUവിൽ കിടക്കുന്ന രോഗിയെ കാണിക്കാൻ അവർ കൂട്ടാക്കിയതുമില്ല. നാട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കളും അബ്ബാസിന്റെ പക്ഷം ചേർന്നതിനെ തുടർന്ന് ഡോക്ടർമാർ തെറ്റ് സമ്മതിക്കുകയും അതിന് മാപ്പ് പറയുകയും ചെയ്തു. അബ്ബാസിന്റെ ചികിത്സാരീതി വളരെ വ്യത്യസ്തതയേറിയതുമാണ്. രോഗിയെ ICUവിൽ അടച്ചുപൂട്ടിയിടുന്നതിനെ അബ്ബാസ് എതിർക്കുന്നു. രോഗിയെ അടച്ചുപൂട്ടിയിടരുത്, ഇതൊരു പകർച്ചവ്യാധിയല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി. ത്വക്ക്, രക്തം, മജ്ജ, കഫം എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി വിഷം പടരുന്നതിനെ പച്ചമരുന്നുകൾ കൊണ്ട് അബ്ബാസ് പരിഹരിക്കുന്നു. നാസാദ്വാരത്തിൽ മരുന്ന് ഊതിക്കൊടുത്ത് രക്തത്തിലെ വിഷവീര്യം കെടുത്തുന്ന രീതിയും അബ്ബാസിനറിയാം. ദിവസങ്ങളോളം രോഗിയെ ചികിത്സിക്കുന്ന സമ്പ്രദായമൊന്നുമില്ല, മറിച്ച് ഒറ്റ ദിവസത്തെ ചികിത്സ. അതിനകം രോഗി പരിപൂർണ ആരോഗ്യവാനായിരിക്കും. കേരളത്തിൽ മൊത്തത്തിൽ ഈ പാമ്പിനെ പറ്റിയിട്ട് പല തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ബൈക്കുമേ അല്ലെങ്കിൽ കാറിലോ 2 വണ്ടിയിലോ നമ്മൾ ഈ 2-ൽ ഏതിലെങ്കിലും ഒന്ന് നമ്മൾ പാമ്പിനെ കംപ്ലീറ്റ് വെച്ചിട്ട് ഓരോരോ ജംഗ്ഷനുകളിൽ പോയിട്ട് ശാസ്ത്രപഠന ക്ലാസ്സിൽ പോകുന്ന വിചാരിച്ചാൽ, പക്ഷെ അതിന് നമുക്ക് മറ്റേത് ഏറ്റെടുക്കാനുള്ള ആളും വന്നിട്ടില്ല. നമ്മളെ ഈ ചെലവ് ഇതിനൊക്കെ വേണ്ടി അബ്ബാസ് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം സ്വന്തം നാട്ടിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാമ്പുകളെ പറ്റി ആളുകളിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. അതിനായി ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം. ഇതാണ് അബ്ബാസിന്റെ മനസ്ലക്ഷ്യങ്ങൾ.